കാട്ടുചോലക്കുളിരലയോട് കാറ്റു പറഞ്ഞൊരു കഥയാണേ. കുരുന്നുപൂവിൻ കവിളുരുമി കരിവണ്ടോതിയ കഥയാണേ. കാട്ടുചോലക്കുളിരലയോട് കാറ്റു പറഞ്ഞൊരു കഥയാണേ. കുരുന്നുപൂവിൻ കവിളുരുമി കരിവണ്ടോതിയ കഥയാണേ. കഥ 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 കാക്കത്തൊള്ളായിരം, കഥ 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 കാക്കത്തൊള്ളായിരം. കടലിന്റെ തീരത്ത് കടലിന്റെ തീരത്തണയണ തിരകൾ പറയണ കഥയാണ്. കായലോളത്തിലെ കളിയോടം കണ്ട കന്നിനിലാവിന്റെ കഥയാണ്. പടവരമ്പത്തെ പുൽനാമ്പിനോട് പുലരി പറഞ്ഞൊരു കഥയാണ്. മാനം മുട്ടണ കൊടുമുടിയോട് മൂവന്തി പറയണ കഥയാണ്. മൂവന്തി പറയണ കഥയാണ്. കഥ 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 കാക്കത്തൊള്ളായിരം. ചുമ്മാതല്ലടി, കെട്ടുപ്രായം കഴിഞ്ഞിട്ട് നിനക്കൊരു ആലോചന പോലും വരാത്തത്. ഞാനതങ്ങ് സഹിച്ചു. ആലോചന വന്നാ കെട്ടിയിറക്കി വിടാൻ അട്ടിയടിക്ക് വെച്ചിട്ടുണ്ടല്ലോ നിന്റെ കയ്യില്. അങ്ങനെ വല്ലതുണ്ടായിരുന്നെങ്കിൽ ജീവനും കൊണ്ട് ഞാനീ നരകത്തിൽ നിന്നേ രക്ഷപ്പെട്ടനെ. ഇതിപ്പോ നിനക്ക് നരകമാണെന്ന് എനിക്കറിയാം. ഇവളുടെ നിന്ന് വർത്തമാനം കേട്ട് അങ്ങനെ പറഞ്ഞു പോവും. എന്നെ കൊണ്ട് അങ്ങനെ പറയിപ്പിച്ചിട്ടല്ലേ പറയാ അവസരം നീയല്ലേ ഒരുക്കി തന്നു. ഒന്ന് നിർത്തുന്നുണ്ടോ രണ്ടും? അല്ലെങ്കിൽ അമ്മ അവളുടെ സൈഡാ, അതെനിക്കറിയാം. ഒരു തരത്തിലും സമാധാനം തരില്ലെന്ന് പറഞ്ഞ എന്ത് ചെയ്യും? പെറ്റിട്ടപ്പോ പെടലേക്ക് പിടിച്ചു ഞെക്കി കൊന്നിരുന്നെങ്കിൽ ഇത്രയും സ്വസ്ഥതക്കേട് ഉണ്ടാവില്ലായിരുന്നു. ഇനിയിപ്പോ അത് പറ്റത്തില്ലല്ലോ അമ്മേ. അമ്മേ, ഇതിപ്പോ എന്ത് ചെയ്യാൻ അമ്മയുടെ പ്ലാൻ? അതിപ്പോ തന്നെ അറിയണോ? ഇത് ഞാൻ സൂക്ഷിച്ചു വെച്ചോ. ആഹാ, ഇതൊക്കെ സൂക്ഷിക്കാനുള്ള പ്രായം എനിക്കുണ്ട്. അതിന് നിന്റെ സഹായം എനിക്ക് വേണ്ട. അമ്മയ്ക്ക് എന്നെ വിശ്വാസം ഇല്ലാഞ്ഞിട്ടാ അമ്മ അങ്ങനെ പറഞ്ഞത്. എനിക്ക് എന്നെ തന്നെ വിശ്വാസമില്ല, പിന്നെ നിന്നെ എങ്ങനെ വിശ്വസിക്കും? അമ്മയ്ക്ക് ഇവളെ വിശ്വാസമുണ്ടോ? അയ്യോ, എനിക്ക് ആരും വിശ്വാസമില്ലേ. മതിയായോ? നായര് വിളിക്കുന്നു. ഉദ്യോഗം കഴിഞ്ഞിട്ടേ ഉണ്ണാൻ വന്നതായിരിക്കും. ചെന്ന് വിളമ്പിക്കൂടെ. ഗിരിയോട് ചോദിക്കാം. അവൻ അവകാശപ്പെട്ട കാശാണല്ലോ. അവൻ പറയുന്ന പോലെ ചെയ്യാം. എന്താ നിന്റെ അഭിപ്രായം? അല്ല, അത് ഗിരിയേടൻ. എന്താ നിനക്കൊരു പരിങ്ങല്? ഒന്നുമില്ല, ഗിരിയേടൻ പറയുന്ന പോലെ ചെയ്യാം. അവനും അവളും തമ്മിൽ വിളിയും പറച്ചിലും ഒക്കെ ഉണ്ടല്ലോ. ഇനി വിളിക്കുമ്പോ ഞാൻ അവനോട് സംസാരിക്കാം. എന്താ? ഓഹോ, 5 ലക്ഷം കൊണ്ട് എന്ത് ചെയ്യാനാ അമ്മയുടെ പ്ലാൻ? ഈ ചോദ്യം അമ്മയോട് ഞാനും ചോദിച്ചു. അമ്മയുടെ മനസ്സിലേക്ക് പറയാനാ ഞാൻ അങ്ങനെ ചോദിച്ചത്. എന്നിട്ട് തള്ളവല്ല മൊഴിഞ്ഞോ? ഇല്ല. എന്തായാലും എനിക്ക് എന്റെ സ്വീകരണ പണം കിട്ടണം. അതിപ്പോ തന്നെ കിട്ടുകയും വേണം. നീ എങ്ങോട്ടാ പോകുന്നേ? ശ്രീധരപ്പൻ എടുത്തോണ്ട് വരാൻ. ഉടനെ കിട്ടുവോ? ഓ, ഇങ്ങനെ ഒരു മനുഷ്യൻ. നിങ്ങളിങ്ങനെ ആക്രാന്തം കാണിച്ചാൽ അതിൽ നിന്നൊരു 5 പൈസ കിട്ടാൻ പോണില്ല. മനസ്സിലായോ? ചോദിക്കായിരുന്നാ കിട്ടുവോ? മനസ്സറിഞ്ഞ ആ തള്ള വരുവോ? തിടുക്കം കാണിക്കാതെ അമ്മയുടെ മയത്തിൽ സംസാരിച്ച് അതിൽ നിന്നൊരു 3 ലക്ഷങ്ങൾ കൈക്കലാക്കാനാ ഞാൻ നോക്കുന്നത്. 3 ലക്ഷമോ? ആക്ക് വേണോ ആ 3 ലക്ഷം? എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാം, അത് മൊത്തം ഇങ്ങ് വാങ്ങിക്കാം. അത്യാവശ്യം ഒരു 1000 രൂപ അമ്മയുടെ കയ്യിൽ ഇരുന്നോട്ടെ, ബാക്കി നമുക്ക് തന്നാ മതി. അയ്യടാ, നല്ല കണക്ക്. 5 പവനും 50,000 രൂപയുടെ ശ്രീധനമാണ് പറഞ്ഞിരുന്നത്. ഓർമ്മയുണ്ടോ ആവോ? 5 പവൻ അന്നേ തന്നു. ഈ മുക്കുപണ്ടത്തിലാ താലി കിടക്കണത്. തന്ന 5 പവന് നിങ്ങൾ പുട്ടടിച്ചു. 1000 2000 ഒക്കെ ആയിട്ട് 50,000ന്റെ ഇരട്ടി നിങ്ങൾ ഇവിടുന്ന് പിടുങ്ങി. ഒരുമിച്ച് കിട്ടുന്നതാ കണക്ക്. കുറേശ്ശെ വാങ്ങുമ്പോ നിങ്ങൾ അങ്ങനെയല്ലല്ലോ പറഞ്ഞത്. കുറിച്ചിട്ടോ
കൂട്ടി നോക്കിയോ കണക്ക് തീർക്കാന്നല്ലേ? ഇതുവരെ കൂട്ടി നോക്കിയില്ലല്ലോ. കൂട്ടി നോക്കിയാ 50,000 നിങ്ങൾ അമ്മയ്ക്ക് കൊടുക്കേണ്ടി വരും. നമ്മൾ ഇങ്ങനെ സ്വന്തം പല്ലട കുത്തി മണപ്പിക്കണോ? കുത്തിക്കുന്നതും മണപ്പിക്കുന്നതും ഒക്കെ നിങ്ങളല്ലേ? അതൊക്കെ വിട്. ഇവിടെ നിന്ന് ഒരു 2 കിലോമീറ്റർ അപ്പുറത്ത് 3 സെന്റ് സ്ഥലവും ഒരു ചെറിയ വീടും വിൽക്കാനിട്ടിട്ടുണ്ട്. നമുക്കതങ്ങ് വാങ്ങാം. എത്രയാകും? 5. എന്നുവെച്ചാ 5 ലക്ഷം. കറക്റ്റ് കണക്കാണല്ലോ. ആ, നീ കളിയായിക്കോ. ഇപ്പൊ ബുദ്ധിപൂർവ്വം നീങ്ങിയ അത് നമ്മളെ കയ്യിലിരിക്കും. നമ്മുടെ അല്ല, എന്റെ പേരില്. ആയിക്കോട്ടെ, പക്ഷെ 50,000 രൂപ ഇന്ന് അഡ്വാൻസ് കൊടുക്കും. നീ അതിൽ നിന്ന് ഒരു 50,000 രൂപ ഇങ്ങെടുത്തോണ്ട് വാ. അമ്മ അറിയാതെ അതിൽ നിന്ന് 1 രൂപ പോലും എടുക്കാൻ പറ്റൂല. എങ്ങനെയെങ്കിലും നിന്റെ തള്ളയെ പറഞ്ഞു സമ്മതിപ്പിക്കേ. നമുക്ക് വീടും വസ്തു വാങ്ങണം. 50 അഡ്വാൻസും കൊടുക്കണം. ഞാൻ എന്താ ചെയ്യണ്ടേ? സുമ എന്തെങ്കിലും ഒന്ന് പറ. ഗിരിയോട് സംസാരിക്കണമെന്ന് അമ്മ ഏത് നിമിഷം എന്നോട് ആവശ്യപ്പെടും. ഞാൻ എന്താ അമ്മയോട് പറയണ്ടേ? ഞാനും അത് ആലോചിക്കുന്നത്. കുറച്ചു മുമ്പ് അമ്മ എന്റെ അടുത്തേക്ക് വന്നത്. കാണാത്ത ഭാവത്തിൽ ഞാൻ ഇങ്ങോട്ടിങ്ങ് പോന്നു. സഹായിക്കാൻ കൊണ്ടുവന്ന പണം ഇപ്പൊ പാരയായി. ഈ ചേച്ചിയായി ഇപ്പൊ ഇങ്ങനെ ഒരു കുരുക്കെടുത്തിട്ടത്. ഇനി അമ്മയോട് കള്ളം പറഞ്ഞ് പിടിച്ചു നിൽക്കാൻ പറ്റില്ല. ഗിരിയേട്ടനാണെന്ന് പറഞ്ഞ് ആരെങ്കിലും കൊണ്ട് ഫോണിൽ കൂടെ സംസാരിപ്പിക്കാന്ന് വെച്ചാ അത് അമ്മയോട് ചെയ്യുന്ന വലിയ ക്രൂരതയാവും. അങ്ങനെ ഒരിക്കലും ചെയ്യണ്ട. ഈശ്വരൻ പോലും എന്നോട് പൊറുക്കില്ല. പണം എങ്ങനെ കൈകാര്യം ചെയ്യുമെന്നുള്ളതാണല്ലോ പ്രശ്നം. ആ, അതിന് ഗംഗ തന്നെ ഒരു പരിഹാരം അമ്മയോട് പറഞ്ഞാലോ? എന്തു പരിഹാരം? ഗിരിയേട്ടനോട് എന്തിനാ ചോദിക്കുന്നത്? അമ്മയുടെ ഇഷ്ടം പോലെ കൈകാര്യം ചെയ്തെന്ന് പറഞ്ഞാൽ തൽക്കാലം അമ്മ പിന്മാറിയെന്ന് വരും. അങ്ങനെ ആയാൽ തന്നെ എത്ര നാളിങ്ങനെ പിടിച്ചു നിൽക്കാൻ പറ്റും? വാര്യർ സാർ പറഞ്ഞതുപോലെ ആ ഏജൻസി ഗിരിയേട്ടനെ ചതിച്ചതാവും. ജോലി കിട്ടാതെ ഗിരിയേട്ടൻ ഉടനെ മടങ്ങിയെത്തുന്നാണ് എന്റെ മനസ്സ് പറയുന്നത്. അങ്ങനെയുള്ള അനുഭവങ്ങൾ ഒരുപാട് പേർക്കുണ്ടായിട്ടുള്ളത് നമുക്ക് അറിയാവുന്ന കാര്യമാണല്ലോ. ചതിയിൽപ്പെടുന്നവരെ അവിടെയുള്ള മലയാളികൾ സഹായിച്ച് തിരിച്ച് നാട്ടിലേക്ക് കയറ്റിവിടും. ഇതൊന്നും തൽക്കാലം ഇവിടെയുള്ളവർ അറിയേണ്ടെന്ന് കരുതിയാവും ഗിരിയേട്ടൻ വിളിക്കാത്തത്. എല്ലാം വിറ്റുപറിക്കും ബ്ലൈഡിൽ നിന്ന് കടമെടുത്തുമല്ലേ അമ്മ ഗിരിയേട്ടൻ അങ്ങോട്ട് അയച്ചത്. ഇതൊക്കെ നമ്മൾ പറയുന്ന കാര്യങ്ങളാ. സത്യം എന്താണെന്ന് ഈശ്വരന് മാത്രം അറിയാം. സോളമനെങ്കിലും വിളിച്ച് ഗിരിക്കൊന്ന് വിവരം പറയായിരുന്നു. ഗംഗയെ ഇവിടെ പിടിച്ചു നിർത്തുന്നതും എന്റെ സങ്കടങ്ങളെല്ലാം ഉള്ളിലൊതുക്കുന്നതും ഇന്നോ നാളെയോ ഗിരിയേട്ടന്റെ വിളി വരുമെന്നുള്ള പ്രതീക്ഷ ഉള്ളതുകൊണ്ടാ. അമ്മയുടെ മുന്നിൽ നിന്ന് എനിക്കിങ്ങനെ സങ്കടപ്പെടാൻ പറ്റുമോ? അതുകൊണ്ടൊക്കെയാ ഞാനിങ്ങനെ ഒഴിഞ്ഞു മാറി നടക്കുന്നത്. ഇതൊക്കെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പറയാം. അമ്മയോട് ഇത് വല്ലതും പറയാൻ പറ്റുമോ? ഇപ്പൊ കിട്ടിയ പണം ഗിരിയേട്ടനോട് സംസാരിക്കാനുള്ള ഒരു പിടിവള്ളിയായി അമ്മ എടുത്തിരിക്കുക. അമ്മയോട് എല്ലാം തുറന്നു പറഞ്ഞാലോ? അങ്ങനെ ചെയ്ത ആ നിമിഷം ഗംഗ എവിടെ നിന്ന് പുറത്താവില്ലേ? എനിക്കറിയാം. തൽക്കാലം അത് വേണ്ട. പിന്നെ എന്ത് ചെയ്യും? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പണത്തിന്റെ കാര്യത്തിൽ ഗംഗ അങ്ങനെ ഒരു തീരുമാനം പറഞ്ഞാൽ മതി. അമ്മ അത് സമ്മതിക്കോ? നമുക്ക് സമ്മതിപ്പിക്കാം. ഗംഗ ടെൻഷൻ അടിക്കാതെ. ചേട്ടൻ പറഞ്ഞ ആ വീടിന്റെ വസ്തുവിന്റെ കാര്യം സത്യമാണല്ലോ അല്ലേ? എന്താ നിനക്കൊരു സംശയം? നമ്മൾ ചെന്ന ഉടമസ്ഥനോട് സംസാരിക്കുമ്പോൾ അത് വിൽക്കുന്നില്ല എന്ന് വല്ലതും പറഞ്ഞു പോയാൽ എല്ലാ പദ്ധതിയും പൊളിയും. പിന്നെ ഒരു കാര്യവും പറഞ്ഞുകൊണ്ട് അമ്മയുടെ അടുത്തേക്ക് എനിക്ക് ചെല്ലാൻ പറ്റൂല. ഞാൻ പറഞ്ഞത് നുണയല്ല. അങ്ങനെ ഒരു വീടും സ്ഥലവും വിൽപ്പന കിട്ടിയിട്ടുണ്ട്.
ഞാൻ പറയുന്നത് വിശ്വാസമില്ലെങ്കിൽ നിന്റെ തലയിൽ തൊട്ട് ആ, അത് വേണ്ട. ഒരു പരീക്ഷണത്തിന് എന്തായാലും ഞാനില്ല. നിനക്കൊന്നും സംഭവിക്കില്ല സുലോചനെ. വേണ്ട ഏട്ടാ, എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞിട്ട് പിന്നെ ദുഃഖിച്ചിട്ട് കാര്യമില്ല. ഇന്നെന്തായാലും 50,000 രൂപ അഡ്വാൻസ് കൊടുക്കണം. ഞാനിപ്പോ കണ്ട് സംസാരിച്ചപ്പോഴും അയാളത് പ്രത്യേകം എടുത്തു പറഞ്ഞു. എന്റെ കൊക്കിടാങ്കുന്ന് ഭഗവതി കാത്തോളണേ. പ്ലാൻ ചെയ്ത പോലെ എല്ലാം നടന്ന പവിത്രേട്ടനെ കനലിൽ ചവിട്ടി നിർത്തി കവിളി ശൂലം തർപ്പിക്കാമേ. നീ എന്തൊക്കെയായി പറയണത്? കനലിൽ ചവിട്ടിയെന്ന് കവിളില് ശൂലം തറയ്ക്കുന്ന വഴിപാട് നേർന്ന കുക്കിടാങ്കുന്ന് ഭഗവതിയുടെ അനുഗ്രഹം തീർച്ചയായിട്ടും ഉണ്ടാവും. നമ്മുടെ കാര്യം നടക്കും ചേട്ടാ. എന്റെ കാല് പൊള്ളിച്ച് കവിളും കുത്തിക്കീലുള്ള വഴിപാട് നടത്തിയിട്ട് ഒരു കാര്യവുമില്ല. വഴിപാട് പിൻവലിച്ചു, പകരം 101 വെടി. അത് മതി. കണ്ടോ, നേർന്ന വഴിപാട് ആദ്യമേ മുടക്കി. ഇനി കാര്യം നടക്കുമെന്ന് കണ്ടറിയണം. വെടിയുടെ ശക്തി കൊണ്ട് കാര്യം നടക്കും. നീ പോയി അമ്മയെ വിളിച്ചോണ്ട് വാ. അമ്മ ഇടങ്കേട് കാണിക്കോ? നമ്മൾ പ്ലാൻ ചെയ്തതുപോലെ തന്ത്രപരമായി സമീപിച്ചാൽ മതി. തള്ള വീഴും, അതുറപ്പാ. എന്റെ ഭഗവതി, അമ്മേ ദേവി, ഇനി വഴിപാട് വേണ്ട. പ്രാർത്ഥിച്ചതാ. അമ്മ എവിടെയടി? ആഹാ, ഇതെങ്ങോട്ടാ കെട്ടിയൊരുങ്ങി? നീ ചോദിച്ചതിന് മറുപടി പറ. പറയാം. ചേച്ചി എവിടെ പോകുന്നെന്ന് ആദ്യം പറ. നിനക്ക് നായരെ കാണാൻ. അയ്യോ, അതിന് ചേച്ചി ഇപ്പൊ ബുദ്ധിമുട്ടണ്ട. അമ്മയെ മുറിയെ കണ്ടില്ല, അതുകൊണ്ട് നിന്നോട് ചോദിച്ചത്. അമ്മ എവിടെ പോയി? എനിക്കറിയില്ല. ഈശ്വര, കിട്ടിയ കാശ് ബാങ്കിലിടാൻ പോയി കാണോ? എന്തോ പദ്ധതിയായിട്ടാണല്ലോ പുറപ്പാട്. അതെ, അതിന് നിനക്കെന്താ? 5 ലക്ഷത്തിന്റെ കോളായിരിക്കും. അങ്ങനെയാണെങ്കിൽ അങ്ങനെ, നിനക്ക് നഷ്ടമൊന്നുമില്ലല്ലോ. കഥ കടച്ചിരുന്ന് രണ്ടുപേരും കൂടെ പെറുപെറുത്തപ്പോഴേ എനിക്ക് തോന്നിയതാ. നിനക്ക് എന്തോ തോന്നിയെന്നോ? 5 ലക്ഷത്തില കൈവയ്ക്കാൻ പോകുന്നേന്ന്. അപ്പോഴേക്കും പ്ലാനും പദ്ധതിയൊക്കെ റെഡിയാക്കിയോ? നീ പോയി നിന്റെ പണി നോക്കണി. ആ കാശ് കണ്ട് നിങ്ങൾ പനിക്കണ്ട. അത് നിങ്ങൾക്ക് തട്ടിക്കളിക്കാനുള്ളതല്ല. നിനക്കിതൊക്കെ പറയാനുള്ള അവകാശം എന്താ? നീ സമ്പാദിച്ചു കൊണ്ടുവന്ന കാശൊന്നും അല്ലല്ലോ അത്. അല്ല, ചേച്ചി സമ്പാദിച്ചു കൊണ്ടുവന്നതാണോ? അല്ലല്ലോ, അത് ഗംഗയുടെ കാശ. ഗംഗയുടെ കാശാണെങ്കിലേ അത് ഈ വീടിന് അവകാശപ്പെട്ടതാ. നീ അതിൽ അധികാരം കാണിക്കണ്ട. ഞാനല്ലല്ലോ, ചേച്ചിയല്ലേ അധികാരം കാണിക്കുന്നത്. അത് വേണ്ടാന്നേ ഞാൻ പറഞ്ഞോളൂ. അങ്ങനെ കൽപ്പിക്കാൻ നീ ആരാണ്? ചേച്ചി അങ്ങോട്ട് മാറി നിൽക്ക്. ആവശ്യമില്ലാതെ എന്നോട് വഴക്കിന് വരണ്ട. നീയല്ലേ ഓരോന്നും പറഞ്ഞ് എന്നോട് ഉടക്കാൻ വരുന്നത്? കാര്യം ഉള്ളത് കൊണ്ട് ഓരോന്ന് പറയുന്നത്. വല്ലവന്റെ പണം എടുത്ത് സ്വന്തം കാര്യം നടത്താൻ നോക്കണ്ടെന്നേ ഞാൻ പറഞ്ഞോളൂ. എന്നാ എനിക്ക് തരാനുള്ള കാശ് നീ താടി. ഞാൻ ആർക്കും ഒന്നും തരാന്ന് പറഞ്ഞിട്ടില്ല. ഇല്ലല്ലോ, അപ്പൊ നീ ഇനി ഒന്നും പറയണ്ട. എനിക്ക് അവകാശപ്പെട്ട പണം തരാന്ന് പറഞ്ഞവരോട് ഞാൻ ചോദിച്ചു വാങ്ങിച്ചോളാം. അതിന് നിന്റെ അനുവാദമോ അംഗീകാരമോ ഒന്നും വേണ്ട. 50,000ത്തിന്റെ കോളാണെങ്കിൽ ഇങ്ങനെ കെട്ടി ഒരുങ്ങി നടക്കേണ്ട ആവശ്യമില്ല. ഇതേതോ വമ്പം പദ്ധതിയാ. ടാർജറ്റ് 5 ലക്ഷം തന്നെയായിരിക്കും. എന്താ ഉദ്ദേശം എന്ന് അറിയണമല്ലോ. അമ്മേ, അമ്മേ, അമ്മ ഇവിടെ ഇരിക്കായിരുന്നു. ഞാൻ എവിടെയെല്ലാം നോക്കിയെന്നറിയാവോ? ഞാൻ ഒളിച്ചിരിക്കൊന്നും അല്ലായിരുന്നല്ലോ. എനിക്ക് താമേ, ഞാൻ കിട്ടിത്തരാം. വേണ്ട, ഇത്രയും ചെയ്യാൻ അറിയാമെങ്കിൽ ബാക്കിയും കൂടെ ചെയ്യാം. ഈ അമ്മയുടെ ഒരു കാര്യം ഇങ്ങോട്ട് താമേ. വേണ്ടെന്ന് പറഞ്ഞില്ലേ? അല്ല, ഉടുത്തൊരുങ്ങിയത് എങ്ങോട്ടാ? നിന്നോടാ ചോദിച്ചേ എങ്ങോട്ടാ പുറപ്പാടെന്ന്. അതൊക്കെ പറയാം. അമ്മ ഒന്ന് എണീറ്റ് വന്നേ. എവിടെ പോവാടിയുള്ളു? ഞാനും ചോദിച്ചമ്മേ, ചേച്ചി കാര്യം പറയുന്നില്ല. അതറിയാനാണോ നീ ഇങ്ങോട്ട് എഴുന്നള്ളിയത്? അതെ. എന്താ ഞാൻ ഇങ്ങോട്ട് വന്നത് ഇഷ്ടപ്പെട്ടില്ലേ? തുടങ്ങിയല്ലോ രണ്ടും കൂടെ. ഇവളെന്തിനാമേ ആവശ്യമില്ലാതെ എന്റെ കാര്യത്തിൽ ഇടപെടുന്നത്? നീ എവിടെ പോവാന്ന് അവള് ചോദിച്ചത് ഇത്ര വലിയ തെറ്റാ? ഞാനും ചോദിച്ചല്ലോ നിന്നോട്, എന്നിട്ട് നീ മറുപടി പറഞ്ഞോ? ഒരു സ്ഥലം വരെ പോണം. ഏത് സ്ഥലത്തേക്കാ? അതിപ്പോ നിന്നോട് പറയാൻ എനിക്ക് മനസ്സില്ല. എന്നാ എന്നോട് പറ. അമ്മയോട് പറയാനാ ഞാൻ ഇങ്ങോട്ട് വന്നത്. എന്നാ പറ. പറയാം.
അമ്മ വന്നേ. നീ കാര്യം പറ സുലോനെ. എനിക്കും ചേട്ടനും അമ്മയ്ക്കും കൂടി ഒരിടം വരെ ഒന്ന് പോണം. ഇപ്പോഴും നീ എവിടെ പോകാനാന്ന് പറയുന്നില്ലല്ലോ. ഓഹ്, നല്ലൊരു കാര്യത്തിന് ഇറങ്ങുമ്പോ ഇങ്ങനെ മുട്ടാത്തിറക്കാൻ പറഞ്ഞ് മുടക്കാൻ നോക്കല്ല അമ്മേ. അമ്മ എണീറ്റ് വാ. വിട്. അമ്മേ, ഈ തുണിയൊക്കെ ഒന്ന് മാറിയിട്ട് വാ. എന്താ നിന്റെ മനസ്സിലിരിപ്പെന്ന് പറ, എന്നിട്ട് ഞാൻ വരാം. അത് പറയാം, അമ്മ ഒന്ന് വന്നേ. ഞാൻ ഇവിടെ നിൽക്കുന്നോണ്ട് ചേച്ചി പറയില്ലമ്മേ. അത്രയ്ക്ക് രഹസ്യമാണോ? രഹസ്യമൊന്നുമല്ല, ആലോചിച്ച അമ്മയ്ക്ക് പിടികിട്ടാവുന്നതേ ഉള്ളൂ. നിന്നോട് അഭിപ്രായം ഒന്നും ചോദിച്ചില്ല. നീ കാര്യം എന്താന്ന് വെച്ചാ പറ. ആ കാര്യമൊക്കെ അമ്മയ്ക്ക് വഴിയെ മനസ്സിലായിക്കൊള്ളും. പക്ഷേ നടക്കാത്ത കാര്യമാണെന്നേ ഉള്ളൂ. സുമേ, നീ വെറുതെ ഇടംകൊല്ലിടാൻ വരുതേ, എന്റെ സ്വഭാവം മാറും. അമ്മ ഇങ്ങോട്ട് വാ. വാ അമ്മ ഇങ്ങോട്ട്. ഞാൻ വരാം. ഓ, വാ അമ്മേ. നീ എന്നെ ഇങ്ങനെ പിടിച്ചു വലിക്കാതെ, എന്റെ കൈ നോവുന്നു. അമ്മ ബലം പിടിക്കുന്നുണ്ടല്ലേ കൈ നോവുന്നത്. വാ, അമ്മയ്ക്ക് എന്റെ കൂടെ വരെ ഇത്ര മടിയെന്താ? കാര്യം എന്താന്ന് വെച്ചാ പറയാതെ എന്നെ കൊണ്ട് ഇവിടുന്ന് പോകാമെന്ന് നീ കരുതണ്ട. കാര്യം പറയാനാ ഞാൻ അമ്മ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വന്നത്. നീ ഇത്ര പെട്ടെന്ന് ഇവിടെ എത്തി കുറ്റിയടിച്ച് നിൽക്കണ എന്തിനാണെന്ന് എനിക്കറിയാം. ഇവളെന്തിനാ അമ്മ ഇവിടെ വന്നിങ്ങനെ നിൽക്കുന്നത്? അതിന്റെ കാര്യം അറിയാന്ന് നീ തന്നെയല്ലേ ഇപ്പൊ പറഞ്ഞേ, പിന്നെന്തിനാ എന്നോട് ചോദിക്കുന്നേ? അമ്മ ഇങ്ങോട്ട് വാ, നമുക്ക് മുറിയിൽ നിന്ന് സംസാരിക്കാം. നീ കയ്യേന്ന് വിട. അമ്മ ഇങ്ങോട്ട് വാ. നിനക്ക് പറയാനുള്ളത് ഇവിടെ വെച്ച് പറഞ്ഞാ മതി. അത് ഞാനും അമ്മയും ചേട്ടനും കൂടി സംസാരിക്കേണ്ട വിഷയം. രഹസ്യമാണോ? അതെ. ഇവളറിയാൻ പാടില്ലാത്ത രഹസ്യം ഒന്നും എനിക്കും അറിയണ്ട. ഉടായിപ്പ് അല്ലാതെന്താ? നിന്നോട് ചോദിച്ചില്ല. അങ്ങോട്ടൊന്നും പറഞ്ഞൂല്ല. അമ്മ ആദ്യം ഈ വേഷമൊക്കെ ഒന്ന് മാറും, അത് കഴിഞ്ഞിട്ട് കാര്യം പറയാം. ആദ്യം കാര്യം പറ, എന്നിട്ട് വേഷം മാറാം. അമ്മ എന്തിനാ അമ്മ ഇങ്ങനെ വാശി പിടിക്കുന്നത്? വാശി പിടിക്കുന്ന നീയാ. നിന്നെ പോലെ അവളും എന്റെ മോളാ. നിങ്ങൾ തമ്മിൽ യാതൊരു വേർതിരിവും ഇല്ല. ഈ നിമിഷം വരെ നമ്മൾ ആരും ഒന്നും ഒളിച്ചു വെച്ചിട്ടില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാത്ത ഒരു രഹസ്യവും ഇല്ല. നിനക്ക് എന്തെങ്കിലും നന്മ ഉണ്ടാകുന്ന കാര്യത്തിന് സുമ ഒരിക്കലും എതിര് നിൽക്കില്ല. പിന്നെ നീ എന്തിനാ ഇങ്ങനെ ദുർവാശി കാണിക്കുന്നത്? ദുർവാശിയൊന്നും അല്ല, ആദ്യം കാര്യം അറിയേണ്ടത് അമ്മയാ. അതുകൊണ്ട് അമ്മയോട് മാത്രം സംസാരിക്കണമെന്ന് ഞാനും ചേട്ടനും തീരുമാനിച്ചത്. ആ കാര്യം അങ്ങ് പറ സുലോചനെ. ചേട്ടൻ പറ. ആ നീ പറഞ്ഞാ മതി, അതാ അതിന്റെ ഒരു കിടപ്പ് വശം. അമ്മ, 3 സെന്റ് സ്ഥലവും ഒരു ചെറിയ വീടും ഞാനും ചേട്ടനും കൂടി വാങ്ങാൻ പോവാ. എങ്ങനെയുണ്ട്? ആഹാ, നല്ല കാര്യം. ഇതാണോ ഇത്ര വലിയ രഹസ്യം? ഇങ്ങനെ ഒരു നല്ല കാര്യത്തിന് ഇവള് എതിർക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ഞാനെന്ത് പറഞ്ഞാലും എതിർക്കുന്നതാണല്ലോ ഇവളുടെ സ്വഭാവം. ഇപ്പൊ അവളൊന്നും പറഞ്ഞില്ലല്ലോ. ഇന്ന് അഡ്വാൻസ് കൊടുക്കണം. 50,000. അത് അമ്മയുടെ കൈ കൊണ്ട് കൊടുക്കണമെന്നാ ഞങ്ങളുടെ ആഗ്രഹം. അതിനാ അമ്മയോട് ഒരുങ്ങി വരാൻ പറഞ്ഞത്. ഇത് നല്ല കാര്യല്ലേ? ഇത് കേട്ടപ്പോ തന്നെ മനസ്സിന് എന്ത് സന്തോഷം. ഇത് നേരത്തെ പറഞ്ഞാ പോരായിരുന്നു? അമ്മയ്ക്ക് ഇപ്പൊ കാര്യം മനസ്സിലായല്ലോ. പെട്ടെന്ന് ചെന്ന് വേഷം മാറി. ആ, ഞാൻ ഇപ്പൊ റെഡിയാകാം. ഇപ്പൊ വരും. അല്ല, എവിടെ ഈ വീട് സ്ഥലവും? ഇവിടുന്നൊരു 2 കിലോമീറ്റർ അപ്പുറത്താണ്. അല്ലേ ഏട്ടാ? അതെ. അല്ല, ഇത് വാങ്ങാൻ കാശ് എവിടുന്ന? അതൊക്കെ ഉണ്ട്. എവിടുന്നാടി? അത് പറയാം. അമ്മ ചെയ്ത് ഒരുങ്ങിട്ട് വാ. 50,000 അല്ലേ അഡ്വാൻസ് കൊടുക്കേണ്ടത്? അതെ. ബാക്കി എത്രയാ? 4.5. എന്ന് വെച്ചാ 4.5 ലക്ഷം. അത് നാളെ കൊടുത്താ മതി. അമ്മയുടെ കയ്യിലിരിക്കുന്ന 5 ലക്ഷത്തിന്റെ കണക്ക് കറക്റ്റ് ആയിട്ട് ഒത്തു. നീ എന്താ പറഞ്ഞ? ഒന്നൂടെ പറഞ്ഞ? 50 ഇന്നത്തെ അഡ്വാൻസും നാളത്തെ 4.5 ചേർത്ത് കൂട്ടുമ്പോൾ അമ്മയുടെ കയ്യിലിരിക്കുന്ന 5 ലക്ഷത്തിന്റെ കണക്ക് ഒത്തെന്നാ ഞാൻ പറഞ്ഞത്. ഇവള് പറഞ്ഞത് നേരാണോടി? നേരാണോന്ന് ചോദിച്ചാ വിൽക്കാതെ കാര്യം പറയടി. അതെ. അപ്പൊ അച്ഛയും നായരും കൂടെ 5 ലക്ഷത്തിന്റെ പുറത്തിരുന്ന കണക്കുകൾ കൂട്ടിയത്. കറക്റ്റ് 5 ലക്ഷത്തിന്റെ വീടും വസ്തുവല്ലേ അവർ കണ്ടെത്തിയത്? അയ്യോ, അല്പം കൂടിയിരുന്നെങ്കിൽ അമ്മ കടം വാങ്ങി ഇറങ്ങേണ്ടി വരില്ലായിരുന്നോ? അയ്യോ, അമ്മ അവരങ്ങനെ ഉപദ്രവിച്ചില്ലല്ലോ. നീ എന്തുദ്ദേശിച്ച ഈ പ്ലാനും പദ്ധതിയൊക്കെ തയ്യാറാക്കിയത്? ഞങ്ങൾക്കൊരു വീടും കുടുംബമൊക്കെ വേണ്ടേ? എന്നും ഇങ്ങനെ അട്ടിപ്പേർ ഇവിടെ കിടന്നാ മതിയോ? ആ, നീ പറഞ്ഞത് നേരെ. നിങ്ങൾക്കൊരു വീടും കുടുംബവും വേണം. അത് അധ്വാനിച്ചുണ്ടാക്കാൻ പറ നിന്റെ നായരോട്. അല്ലാതെ വല്ലവന്റെ കാശെടുത്തല്ല.
ഈ പറഞ്ഞതൊക്കെ ഉണ്ടാക്കേണ്ടത്. എങ്കിൽ എനിക്ക് തരാനുള്ളത് ഇങ്ങ് താ. 50,000-ന്റെ കാര്യമാണോ? അതെ. ആ, അതിന്റെ പേര് പറഞ്ഞ് വാങ്ങിച്ചതൊക്കെ ഞാൻ കുറിച്ചിട്ടിട്ടുണ്ട്. അത് കൂട്ടി നോക്കിയാ 50,000-ന്റെ ഇരട്ടി ഇങ്ങോട്ട് തരേണ്ടി വരും. എന്താ കൂട്ടി നോക്കണോ? വേണ്ട. 50,000 തന്ന വീടും വസ്തു വാങ്ങിച്ച് ഇവിടുത്തെ പൊറുതി അവസാനിപ്പിച്ച് ഇവിടുന്ന് ഇറങ്ങി തരുമോ? ഇങ്ങനെ ചങ്കിക്കൊള്ളുന്ന വർത്തമാനം പറയാതെ അമ്മേ. ഞങ്ങൾക്കൊരു നിലനിൽപ്പ് ഉണ്ടാക്കി തരേണ്ടത് അമ്മയുടെ കൂടെ കടമയല്ലേ? എന്റെ കടമ ഞാൻ ചെയ്തിട്ടുണ്ട്. ബാക്കിയൊക്കെ ഉണ്ടാക്കിയെടുക്കേണ്ടത് നിന്റെ ഭർത്താവിന്റെ കടമയാ. പവിത്രേട്ടൻ കഴിവേട്ടവനായി പോയി. അത് എന്റെ വിധി. അമ്മ മനസ്സ് വെച്ചാ ഞങ്ങൾക്കൊരു ഗതി ഉണ്ടാവും. എന്റെ കയ്യിലിരിക്കുന്ന 5 ലക്ഷത്തിൽ കണ്ണുവെച്ചാ നീ ഇതൊക്കെ പറയുന്നെങ്കിൽ അതിന്ന് ഒരു നയ പൈസ ഞാൻ എടുക്കത്തില്ല. അമ്മ ഞങ്ങളെ കൈ ഒഴിയരുത്. അമ്മ വിചാരിച്ച ആ വീടും വസ്തു ഞങ്ങൾക്ക് വാങ്ങി തരാൻ പറ്റും. അമ്മേ, ഞങ്ങളെ കൈ വെടിയരുത് ഞാൻ കാല് പിടിക്കാം. അമ്മേ സൂക്ഷിച്ച് നിക്കണേ, ചിലപ്പോ കാല് വാരും. നീ പോടി അവിടുന്ന്. എഴുന്നേക്കടി. ഞാൻ എണീക്കില്ല. എഴുന്നേക്കാൻ. ഞാൻ എണീക്കില്ല. എഴുന്നേക്ക് അങ്ങോട്ട്. എന്തിനാ അമ്മ എണീക്കാൻ പറഞ്ഞേ? തന്നിഷ്ടത്തിനെടുത്ത് ചെലവാക്കാനുള്ള കാശല്ലത്. 10,000 അല്ല, 5 ലക്ഷമാ. ഗിരി അതിന്റെ അവകാശി. അവനോട് ചോദിച്ചിട്ട് അവന്റെ അഭിപ്രായം പോലെ ചെയ്യാനേ എനിക്ക് കഴിയൂ. അത് മതി. എന്നാ അമ്മ വെച്ച് താമസിപ്പിക്കണ്ട. അവനെ വിളിച്ച് ചോദിക്കേ. ആറ്റുനോറ്റ് വളർത്തിയ തന്തേം തള്ളേം തള്ളിക്കളഞ്ഞിട്ട് കണ്ടവന്റെ പുറകെ കയറും പൊട്ടിച്ചു പോകാൻ നിൽക്കുന്ന ഇവളെ പോലുള്ള പെൺപിള്ളേര് ഇവിടെ അനുഭവം കണ്ട് പഠിക്കണം. എല്ലാ ചോദ്യങ്ങളും ഉയരുന്നത് ഇവളുടെ ആത്മാഭിമാനത്തിന് നേരെയാണ്. ജന്മം കൊടുത്ത തന്തേം തള്ളേം കുരുതി കൊടുത്തവളാ ഇവള്. ഈശ്വരൻ പോലും ഇവളോട് പൊറുക്കില്ല. എല്ലാ ചൂണ്ടുവിരലുകളും ഉന്നമിടുന്നത് ഇവളുടെ നിലനിൽപ്പിനെയാണോ? അത്രയ്ക്ക് അപരാധിനിയാണോ ഈ കുട്ടി? എന്നെങ്കിലും ഇവളുടെ ദിവസം വരാതിരിക്കില്ല. അതെ, ഗംഗ ഒരു നാൾ വരും. കാട്ടുചോലക്കുളിരലയോട് കാറ്റു പറഞ്ഞൊരു കഥയാണേ, കുരുന്നുപൂവിൻ കവിളുരുമി കരിവണ്ടോതിയ കഥയാണേ. കാട്ടുചോലക്കുളിരലയോട് കാറ്റു പറഞ്ഞൊരു കഥയാണേ, കുരുന്നുപൂവിൻ കവിളുരുമി കരിവണ്ടോതിയ കഥയാണേ.